ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കഞ്ഞിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഇത് പവിഴം റൈസാണ്. ഇനി 1/2 ഗ്ലാസും കൂടി ഇടാം. അപ്പോൾ ഇവിടെ കഞ്ഞി ഉണ്ടാക്കുന്ന കുക്കറിലാണ്. അപ്പോൾ ആദ്യമേ തന്നെ കുക്കറിൽ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ച് എടുക്കാം. ഇനി ഒരു കുക്കർ എടുക്കുക. കുക്കർ എടുത്ത് അതിൻ്റെ അകത്തിൽ ഞാൻ ഈ സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു 9 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് വെച്ചിട്ട് വെള്ളം തിളപ്പിക്കാം. അപ്പം നിൽക്കുന്ന വെള്ളം നല്ലോണം ചൂടായിട്ടുണ്ട്, തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാം. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരി നല്ലോണം കഴുകിയെടുക്കാം. ഒരു 4-5 പ്രാവശ്യം കഴുകുക. ഇപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. കുക്കർ ഓപ്പൺ ചെയ്യാം. ഇന്ന് കാണാനായിട്ട് വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. കഴുകി വെച്ചിരിക്കുന്ന അരി കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കൈവച്ചിടുമ്പോൾ വെള്ളം തെറിക്കാതെ നോക്കുക. ഇനി കുക്കർ അടച്ചു വെക്കാം. ഇനി വിസിലിടാം. ഇനി ഒരു 6 വിസിലടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റീം എല്ലാം പോയി കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. കഞ്ഞിക്ക് ആവശ്യമായുള്ള പപ്പടം കാച്ചിയെടുക്കുക. അതിനുവേണ്ടി ഒരു കടായി വെക്കുക. കടായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി പപ്പടം ഓരോന്നായിട്ട് കാച്ചിയെടുക്കാം. കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പപ്പടം ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം. കാണാം, ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കഞ്ഞിക്ക് ആവശ്യമായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഒരു 4.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കഞ്ഞി പ്ലേറ്റിലോട്ട് ഒഴിക്കാം. ഇനി കഞ്ഞിയുടെ കഴിക്കാൻ വേണ്ടി കുറച്ച് പയറെടുക്കാം. അച്ചാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടാം. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന നെല്ലിക്ക അച്ചാറാണ്. നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ കാച്ചി വെച്ചേക്കുന്ന പപ്പടം. നമ്മുടെ കഞ്ഞിയുടെ റെഡി ആയിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.